ചാടി എഴുന്ന ടീച്ചറിൻ്റെ നേരെ വന്ന ടീച്ചറിൻ്റെ കൊങ്ങായ്ക്ക് നേരെ ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് പറയും, നിങ്ങളിനി മിണ്ടരുത്. ടീച്ചർ എന്നോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങളിനി മിണ്ടരുത്, നിങ്ങളുടെ ഈ കാര്യം ഒരു വാക്കുകൊണ്ട് സംസാരിക്കുന്ന എച്ച് എം നിങ്ങളെ പറഞ്ഞേൽപ്പിച്ചതാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഈ പയ്യൻ ആ ക്ലാസ് ടീച്ചർ നേരെ കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുകയാണ്. ഓക്കെ, കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഹൈക്കോടതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ, തക്കതായ കാരണമുണ്ടെങ്കിൽ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അധ്യാപകന് ശിക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കോടതി പറഞ്ഞു വെച്ചു. 24-ാം തീയതി ഇവിടെ സ്കൂൾ ഡേ ആണ്, അന്ന് വൈകിട്ടാണ് ഈ സംഭവിക്കുന്നത്. 25-ാം തീയതി ഹെഡ് മിസ്ട്രസ് വീണ്ടും ഇവരെ വിളിച്ച് സംസാരിക്കുന്നു. സാറേ ഇങ്ങനെ വിഷയം ചുമ്മാ അത് ആവശ്യമില്ലാതെ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന വിഷയമല്ല ഉള്ളൂ, നമുക്കതൊരു പരിഹാരം കണ്ടെത്തണ്ടേ. ഇവരൊരു തരത്തിലും എച്ച് എമ്മിനോട് അനുഭാവപൂർവ്വം സംസാരിക്കുന്നില്ല. ഇവർ പറയുന്നത് കർശനമായിട്ട് അങ്ങനെ പോയേ പറ്റത്തുള്ളൂ, അവർക്കൊരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. അവർ ഈ സംഭവങ്ങളെല്ലാം അവർ കൂട്ടി യോജിപ്പിച്ച് ഒരു സംഭവം ഗൂഢാലോചനയുടെ ഭാഗമാക്കി മാറ്റി. ഇന്നേ വരെ അവർ വന്ന് കണ്ടിട്ടില്ല. ഈ വിഷയത്തെ പ്രതി ഇന്നേ വരെ അവരെന്നെ വന്ന് കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് മറന്നും പോയി. നമുക്ക് ഒത്തിരി ഏറെ പരിചയമുള്ളതുകൊണ്ട് ഞാനിത് മറന്നുപോയി. ഞാൻ അവൻ്റെ പുറകെ ചോദിക്കാനോ പറയാനൊന്നും പോയതുമില്ല. അല്ല, കെവിനെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ലെന്നുള്ളതാണ്. കാരണം കെവിൻ ഈ പറയുന്ന സംഭവം നടന്നതിന് ശേഷം പിന്നെ സ്കൂളിൽ വന്നായിരുന്നു. കുറച്ച് ദിവസങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്നു. ക്ലാസ്സിൽ വന്നിട്ട് അന്നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, അവൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് വീണ്ടുമാണ് എനിക്കത് ചാനലിലേക്ക് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു കെവിൻ പിന്നെ വരാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് ചാനൽ വരുന്നതിന് മുമ്പ് കെവിൻ ക്ലാസ് വരുന്നുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കെവിൻ്റെ ഭാഗം കേട്ടിട്ടുണ്ട്. അത് അന്ന് ജനുവരി മാസം 22-ാം തീയതി ഉച്ചയ്ക്ക് ബെല്ലടിച്ചതിന് ശേഷം കുട്ടികൾ കുറേയധികം പേര്, സാധാരണ നമുക്കറിയാവുന്നതുപോലെ കുറേയധികം കുട്ടികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുട്ടികൾ അവിടെ അവിടെ നിന്ന് സാറിൻ്റെ ക്ലാസ് കയറി പോകാൻ പറഞ്ഞു. കയറി പോകാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഈ ലാഗിങ് ഉണ്ടാവുമല്ലോ. കുട്ടികൾ കുറേ പേര് അവിടെ വീണ്ടും നിൽക്കുന്ന സമയത്ത് സാറിൻ്റെ കയ്യിരുന്ന വടി കൊണ്ട് വീശിയിട്ട് കയറി പോകാൻ പറഞ്ഞപ്പോൾ ഈ വീശുന്ന സമയത്ത് ഈ കുട്ടികളുടെ ദേഹത്ത് കൊണ്ടു, ഒരാളുടെ ദേഹത്തല്ല, കെവിൻ്റെ ദേഹത്ത് മാത്രമല്ല മറ്റ് പല കുട്ടികളുടെയും ദേഹത്ത് കൊണ്ടു. അപ്പോൾ ഉടൻ തന്നെ കെവിൻ തിരിച്ച് പ്രതികരിച്ചായിട്ടാണ് സാറ് പറയുന്നത്. ഞാൻ ആ സ്ഥലത്തില്ല, സ്പോട്ടിലില്ല. സാറ് പറയുന്നത്, എൻ്റെ ദേഹത്ത് തൊട്ട് കളിക്കരുത്, തൊട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരും എന്നുള്ള പ്രതികരണമാണ് കെവിൻ്റെ ഭാഗത്തുണ്ടായെന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രതികരിച്ചപ്പോൾ സാറിനെ കുട്ടി വീണ്ടും ക്ലാസ്സിൽ പോകാൻ പറയുന്നു. അന്നേരം ഈ കുട്ടി വല്ലാതെ പ്രതികരിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എന്നാ വാ പ്രിൻസിപ്പലിനെ കാണാൻ എന്ന് പറയുന്നു. പ്രിൻസിപ്പലിനെ കാണാൻ പോകുമെന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അവന് ഇവിടോട്ടുള്ള നമ്മുടെ ഈ CCTV വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ കാണുന്നത് കുട്ടിയാണ് ആദ്യം നടക്കുന്നത്. കുട്ടി ആദ്യം നടക്കുന്നത്, സാർ പുറയിലാണ് വരുന്നത്. ആ ദൃശ്യത്തിൽ അത് കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അവർ വരുന്നു. പ്രിൻസിപ്പൽ ഉണ്ട്, അപ്പം അത് പോലീസിലെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറയാം. അപ്പം ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞാലും മതിയെങ്കിൽ അത് പറയാം. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഓഫീസിൽ വരുന്നു. ഞാനിപ്പോൾ അന്നേരം ഓഫീസിലില്ല. ഞാൻ റൗണ്ട്സ്, പിള്ളേർ പരീക്ഷ നടക്കുന്നതുകൊണ്ട് റൗണ്ട്സിലാണ്, മുകളിലത്തെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ അവർ സാറ് കൊണ്ടുവന്ന് HMനെ കാണിക്കുന്നു. HMനെ കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിയെ മനസ്സിലായതുകൊണ്ട് കുട്ടിയെ അകത്ത് കയറ്റി കാര്യങ്ങൾ പറയുന്നു. സാറിനോട് സംസാരിച്ചിട്ട് കുട്ടിയെ വിടുന്നു. അപ്പം അതാണ് അന്ന് സംഭവിച്ചത്. ഞാൻ തിരിച്ച് കുട്ടികളെല്ലാം 4 മണിക്ക് വിട്ടതിന് ശേഷമാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ വരുന്നത്. ഓഫീസിൽ വന്നപ്പോൾ ഹെഡ് മിസ്ട്രസ് എന്നോട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഞാൻ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് നേരത്തെ കാര്യങ്ങളുള്ളതിനാൽ ഞാൻ ഈ കാര്യം കൃത്യമായിട്ട് അറിയാൻ വേണ്ടി ഞാൻ മദന സാറിനെ വിളിച്ചു. സാറ് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക, ഓൺ ദ വേ ആണ്. ഞാൻ സാറിനോട് പറഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വന്ന് സാറിനെ ഇവിടെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചു. അന്നേരമാണ് സാർ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ അന്ന് വൈകിട്ട് നിൽക്കുന്നു. അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഹെഡ് മിസ്ട്രസ് പറയുന്നു, കെവിൻ്റെ പേരൻസ് വിളിച്ചിട്ട് അവരാകെപ്പാടെ ഇങ്ങനെ ചൂടായി തന്നെ നിൽക്കുകയാണ്. സാറ് ഞങ്ങളുടെ കുട്ടിയെ ദ്രോഹിച്ചു, അടിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് സാറിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ടീച്ചർ അങ്ങോട്ട് പറഞ്ഞു, സാറേ അതൊരു സാധാരണ സംഭവമാണ്, അങ്ങനെ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല, നിങ്ങൾ വന്ന് നമുക്ക് സംസാരിക്കാം. അല്ല, ഞങ്ങൾക്ക് സംസാരിക്കാമൊന്നുമില്ല, ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു എന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ അതാണ് അന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇവിടെ ഇപ്പോൾ നേരത്തെ ഈ ഒരു 6-7 വർഷം മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു സിസ്റ്റമുണ്ട്.
ഒരു NVR-ഉം അന്നൊരു 10-17 ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഔട്ട്ഡോർ മാത്രം ഉണ്ടായിരുന്നതാണ്. ഈ വർഷമാണ് ഞാൻ ബാക്കിയുടെ ക്യാമറകൾ 105ഓളം ക്യാമറകൾ പുതുതായിട്ട് ആഡ് ചെയ്ത് ഇപ്പോൾ 4 NVR-ഉം 4 TV സിസ്റ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അതിൽ ഏതാണ്ട് 117ഓളം ക്യാമറകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റം ക്രമീകരിച്ച് വെച്ചിരിക്കാം. ജനുവരി മാസം 13-ാം തീയതി ഡേറ്റൊക്കെ ഞാൻ ഓർക്കാൻ കാരണം ഈ വിഷയം വന്നതുകൊണ്ടാണ് ഓർക്കുന്നത്. അതെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചത്. 13-ാം തിങ്കളാഴ്ച രാവിലെ ഞാൻ ഓഫീസിൽ വന്നു സാധാരണ പോലെ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം സിസ്റ്റംസ് ഓൺ ചെയ്തപ്പോൾ 3 TV വർക്കിംഗ് ആണ്, ഒരു TV വർക്കിംഗ് അല്ല. ഒരു TV വർക്കിംഗ് അല്ല, എങ്ങനെയൊക്കെ നോക്കിയിട്ട് വർക്കാവുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത ടീമിനെ വിളിക്കുന്നു. ടീം വിളിച്ച് അവർ സർവീസിൻ്റെ ആൾക്കാർ വന്നു. അവർ വന്ന് നോക്കുമ്പോൾ ആ ഒരു TVയും അത് 28 ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു NVR-ഉം അത് രണ്ടും അടിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ലൈറ്റ്നിങ് അടിച്ചു പോയതായിരിക്കാം. അപ്പോഴാണ് ഇവിടെ താമസിക്കുന്ന ആളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ശനിയാഴ്ച ദിവസം വൈകിട്ട് സെക്കൻഡ് സാറ്റർഡേ വലിയ മഴ പെയ്തിരുന്നു, ഇടി വെട്ടിയിരുന്നു അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അന്ന് പോയതായിരിക്കാം. അങ്ങനെ അവർ എഴുതിയിരിക്കുന്നത് ലൈറ്റ്നിങ്ങിൽ പോയെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഈ സംഭവം 22-ാം നടക്കുന്നതിന് 9 ദിവസം മുമ്പാണ് ആ ഒരു TVയും 28 ക്യാമറകളുടെ സിസ്റ്റം NVR-ഉം അടിച്ചു പോകുന്നു. അപ്പോൾ അത് പഴയ സിസ്റ്റമാണ്, അത് അടിച്ചു പോകുന്നു. 22-ാം തീയതി സംഭവം നടന്നു. ഇവർ 23-ാം തീയതി കൊണ്ട് കേസ് കൊടുക്കുന്നു. 23-ാം തീയതി പോലീസുകാർ ഞങ്ങളെ വിളിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറയും സാർ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നു. അവർ 23-ാം തീയതി വൈകിട്ട് തന്നെ ഇവിടെ വന്നിട്ട് ഈ CCTVയുടെ വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയാണ് വന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു സാറേ ഈ 3 സിസ്റ്റംസ് ഓണാണ്, ഒരു സിസ്റ്റം കേടായിപ്പോയി, അത് കഴിഞ്ഞ 9 ദിവസം മുമ്പ് കേടായതാണ്, അതിൽ ഒഴിവാക്കി ബാക്കി ഏതെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്തു തരാം എന്ന് സാറിനോട് പറയുന്നു. സാറത് കണ്ട് ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ മെഡിക്കൽ കോളേജ് SHO പോയി കാണാം, ചോദിക്കാം. അദ്ദേഹം ഇവിടെ വന്ന് ബോധ്യപ്പെട്ട കാര്യമാണ്. അദ്ദേഹം നോക്കിയിട്ട് പോയി എന്നോട് പറഞ്ഞു വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം സാർമാരെയും അവിടെ വിടണം, ഇതും കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടെ സ്കൂൾ ഡേ ആണ്, 24-ാം തീയതി ആനുവൽ ഡേ ആണ്. ആനുവൽ ഡേ അവിടെ പ്രോഗ്രാമത്തെ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നു. ഞാനും ഇത് ചെയ്യുന്ന ഒരു അധ്യാപകനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷ്വൽസ് എല്ലാം പരിശോധിച്ചു, വിഷ്വൽസ് എല്ലാം പരിശോധിച്ചു. ഈ കുട്ടി പറയുന്ന അല്ലെങ്കിൽ ഈ സാറ് പറഞ്ഞ സ്പോട്ടിന് നമുക്ക് കിട്ടുന്ന ഒരു വിഷ്വൽ എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നിടത്താണ്. ആ വിഷ്വൽ എടുത്തിട്ട് ഈ സൈഡിലോട്ടുള്ള കിട്ടുന്നില്ല. കാരണം ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ ചരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ക്യാമറയ്ക്കകത്ത് ഈ ചരിഞ്ഞ സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ ഉച്ച സമയത്ത് ആ സമയത്ത് അവിടെ കുട്ടികൾ ഒത്തിരി കാണുന്നുണ്ട്, അത് വിഷ്വൽസ് ഉണ്ട് താൻ. അപ്പോൾ അതിനകത്ത് കിട്ടിയിട്ടില്ല. പിന്നെ കറക്റ്റായിട്ട് കിട്ടേണ്ടത് ഈ ഇവിടുന്ന് ഒരു ക്യാമറ ഉണ്ട്, അത് പക്ഷേ പഴയ സിസ്റ്റത്തിലുള്ള ക്യാമറയാണ്, അത് 28 കൂട്ടത്തിൽ പോയതാണ്, അതിനകത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ന്യായം എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ സർവീസിന് കൊണ്ടുപോയതിൻ്റെ പേപ്പറും ഡീറ്റെയിൽസാണിത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നുള്ളത്. 13-ാം തീയതി ഇവിടുന്ന് സർവീസിന് കൊണ്ടുപോയെന്നും എന്തൊക്കെ TV കേടായെന്നും അതിൻ്റെ NVR കേടായെന്നൊക്കെ എഴുതിയേക്കുന്ന സർവീസ് സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ 13-ാം തീയതി ഇവിടുന്ന് കൊണ്ടുപോയതാണ്. അപ്പം അതാണ് അതിൻ്റെ കാര്യം. അതിന് ശേഷം ഞങ്ങൾ ഈ ഇങ്ങോട്ടുള്ള വരാന്തയിലുള്ള പരിശോധിച്ചപ്പോൾ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. വരാന്തയിൽ ഈ കുട്ടി മുമ്പിൽ നടന്നു വരുന്നു, സാറ് കുറേ നടന്നു വരുന്നു, ഇവിടെ വന്നിട്ട് ഈ സാറിൻ്റെ നേരെ കുട്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. എല്ലാം തന്നെ ഇവിടുത്തേതിനകത്തും ശബ്ദം കിട്ടുന്നുണ്ട്, ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. അതിനകത്തെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ പോലീസിന് കോപ്പി ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ന്യായം. ഈ സിസ്റ്റം എന്നിട്ട് അവർ അതിൻ്റെ പിറ്റേന്ന് തന്നെ 13-ാം തീയതി എടുത്തുകൊണ്ട് പോകുന്നു. 14-ാം തീയതി അതിൻ്റെ ഒറിജിനൽ കമ്പനിക്ക് അവർ സർവീസിന് അയച്ചു കൊടുക്കുന്നു. അതിന് കൊടുത്തതിന് ശേഷം 24-ാം തീയതി അവരെന്നെ വിളിക്കുന്നു. ആ പഴയ സിസ്റ്റം ഇനി സർവീസബിൾ അല്ല എന്ന് എഴുതിയേക്കുന്ന അവർക്ക് വന്ന മെയിൽ, അതിൻ്റെ മെയിൻ കമ്പനിയിൽ നിന്നും അവർക്ക് വന്ന മെയിലാണിത്. അവരതെനിക്ക് അയച്ചു തരും. അതിൻ്റെ കോപ്പി ഇതൊന്നും അന്ന് എടുത്തു വെച്ചതല്ല, ഇതിപ്പോൾ ആവശ്യം വന്ന് ഇപ്പോൾ എടുത്തതാണ് ഇതെല്ലാം. കാരണം എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ അത് പഴയ നോക്കിയിട്ട് കാര്യമില്ല, പുതിയ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു. അവർ പുതിയ NVR മേടിച്ചുകൊണ്ട് വന്ന ബില്ല് അത് 27-ാം തീയതി ഇൻസ്റ്റാൾ ചെയ്തു. ഇതിനകത്ത് മറച്ചു വെക്കാൻ നമുക്കൊന്നുമില്ല. ഇതാണ് എൻ്റെ സത്യാവസ്ഥ. ഈ സത്യാവസ്ഥ മനസ്സിലാക്കാതാണ് അദ്ദേഹം കടന്ന് ഞങ്ങൾ മനഃപൂർവ്വമായിട്ട് അവിടുത്തെ CCTV ക്യാമറകൾ നശിപ്പിച്ചു, അതില്ലാത്തടത്ത് കൊണ്ടിട്ട് അടിച്ചു. അതില്ലാത്തടത്ത് കൊണ്ടിട്ട് അടിക്കുന്നത് പറയുന്നത് എന്തിനായുള്ളത്? നമ്മൾ വിളിച്ചുകൊണ്ട് പോയി കുട്ടി അവിടെ നിർത്തിയതല്ലോ, കുട്ടി അവിടെ നിൽക്കുമ്പോൾ ഉണ്ടായ സംഭവമാണല്ലോ. അപ്പോൾ ഇല്ലാത്തടത്ത് കൊണ്ടിട്ട് അടിച്ചു എന്നൊക്കെ പറയുന്നത് എന്തിനായുള്ളത്? അത് ഇപ്പം CCTVന്റെ വിഷയം മാത്രം എടുത്ത് നോക്കുമ്പോൾ സാറ് പറഞ്ഞത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അത് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടതായിരിക്കും.
അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 24 രൂപ ഈ സ്കൂളിന് പിരിക്കേണ്ടതെടുത്ത് 1000 സംതിങ് പൈസ പിരിച്ചു. അത് കെവിൻ ചോദ്യം ഉന്നയിച്ചത് കൊണ്ടാണ് കെവിനെ അധ്യാപകരൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. ഓക്കെ, അത് ഞാൻ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കെവിൻ്റെ പേരിലല്ല ഈ അമ്മ എന്നോട് വന്ന് ചോദിച്ചത്. മനസ്സിലായോ? അതും ആക്ച്വലി ഇതിന് മുമ്പുള്ള സംഭവം ഉണ്ട്. ആ സംഭവത്തിന് അദ്ദേഹം അതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഒരു വലിയൊരു സ്റ്റോറിയാക്കി ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഒക്ടോബർ 2024 ഒക്ടോബർ മാസം 30 നടന്ന ക്ലാസ്സിൽ നടന്നൊരു സംഭവത്തെ കണക്ട് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇനി ഡയറക്റ്റ് ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇവിടെ PTA മീറ്റിംഗ് നടക്കുന്ന ക്ലാസ് PTA നടക്കുന്നൊരു ദിവസം, ക്ലാസ് PTA നടക്കുന്നത് ഞങ്ങൾക്ക് ജനുവരി മാസം ആദ്യത്തെ ആഴ്ചയിലാണ്. എൻ്റെ ഡേറ്റ് കൃത്യം എനിക്ക് ഓർമ്മയില്ല. ക്ലാസ് PTA നടക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ് PTA നടക്കുന്നത്. ഞാനിവിടെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു അമ്മയും മകളുടെ വന്നു. വന്നിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് എന്തോ കാര്യം, എനിക്ക് അവരാരെന്നും അറിയത്തില്ല. ഒരു കുട്ടിയും ഒരമ്മയും മോളുമാണ്. അത് ഫാദർ ഇവിടെ ഫീസ് അടയ്ക്കണം. ഞാൻ പറഞ്ഞു അടയ്ക്കണം. അതെന്തിനു വേണ്ടിയുള്ളതാണ്? ഞാൻ പറഞ്ഞു ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസിന് വേണ്ടിയുള്ള ചാർജസാണ്. അതെന്ത് ഫെസിലിറ്റി അവിടെ കൊടുക്കുന്നു? ഞാൻ പറഞ്ഞു മാഡം, ഈ കുട്ടികൾക്ക് എന്ത് ഫെസിലിറ്റി അവിടെ കൊടുക്കാത്തത്? എന്തെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്? അതൊരു ഗവൺമെൻറ് സ്കൂളല്ലേ, ഇവിടെ ഗവൺമെൻറ് എയ്ഡ് കിട്ടത്തില്ലേ? ഞാൻ പറഞ്ഞു മാഡം, ഇത് എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളാകുമ്പോൾ സർക്കാർ നമുക്ക് നൽകുന്നത് ശമ്പളം മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ തുക കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അതല്ല, നിങ്ങൾക്ക് ഇവിടെ എല്ലാം കിട്ടും. ഞാൻ പറഞ്ഞു മാഡം അങ്ങനെയല്ല, മാഡം എയ്ഡഡ് സ്കൂളിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അവർ അത് വീണ്ടും ഞാൻ പറഞ്ഞു മാഡം, ഞാനതിൻ്റെ ഇവിടെ ഒരു എടുത്തു വെച്ചെന്ന് അത് ഡിവിഷൻ എടുത്ത് കാണിച്ചു. ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഈ കുട്ടിക്ക് കൊടുക്കുന്ന ID കാർഡ്, ഈ കുട്ടി എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ID കാർഡ് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ആ ID കാർഡ്, ഈ കുട്ടി കൊടുക്കുന്ന ഹാൻഡ് ബുക്ക്, മാഗസിൻ, അവർക്ക് ഇവരുടെ പേരിൽ ട്രഷറിയിൽ അടയ്ക്കേണ്ട, DO അടയ്ക്കേണ്ട കലോത്സവ ഫണ്ടുണ്ട്, പിന്നെ അത്ലറ്റിക് ഫണ്ടുണ്ട്, വിവിധ സ്റ്റാമ്പുകളുടെ ഫണ്ടുണ്ട്. ഇതെല്ലാം തന്നെ ഡയറക്റ്റ് അടയ്ക്കേണ്ടതാണ്. അങ്ങനെ അടയ്ക്കുന്ന ഫണ്ടുകളുണ്ട്. പിന്നീട് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ്, ഒരു മാസം 85,000 രൂപയോളം നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നത്. അത് ഒരു വർഷമാകുമ്പോൾ എത്ര രൂപയാവും? വെള്ളത്തിൻ്റെ ചാർജ്. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ നിർത്തിയിരിക്കുന്ന എക്സ്ട്രാ സ്റ്റാഫുണ്ട്, ക്ലീനിങ് സ്റ്റാഫ്, സെക്യൂരിറ്റി സ്റ്റാഫ്, ഇങ്ങനെ നിർത്തിയിരിക്കുന്നവരുടെ എല്ലാം ശമ്പള വിഹിതം. ഇതെല്ലാം തന്നെ നമുക്ക് കണ്ടെത്തേണ്ട പൈസകളാണ്. ഇനി ഓരോ ദിവസവും ഉണ്ടാകുന്ന മെയിൻ്റനൻസ്, അത് എന്തുമാത്രം ഇവർ കുട്ടികൾ തന്നെ ഉപയോഗിച്ചിട്ട് പൈപ്പ് തിരിച്ചൊടിക്കുന്നു, ഫാൻ കേടാവുന്നു, ലൈറ്റ് കേടാവുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മെയിൻ്റനൻസ്, ആനുവൽ മെയിൻ്റനൻസ് എത്രമാത്രം, ഓരോ ദിവസവും ഉണ്ടാകുന്ന മെയിൻ്റനൻസ് കൂടെ ആനുവൽ മെയിൻ്റനൻസ്. പിന്നെ ഓഫീസ് എക്സ്പെൻസ്, ഇവർക്ക് കൊടുക്കുന്ന പരീക്ഷ പേപ്പറിന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ ഷീറ്റ്, ഇതിനെല്ലാം പൈസ കൊടുക്കണ്ടേ? ഇതിനെല്ലാം ചിലവ് വരുന്നതല്ലേ? ഇതൊന്നും സർക്കാർ തരുന്നതല്ല. ഇങ്ങനെയുള്ള ഇവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസിന് വേണ്ടി വാങ്ങുന്ന, ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം വാങ്ങുന്ന പൈസയാണത്. അല്ലാതെ അമിതമായി മേടിക്കുന്ന പൈസയല്ല. കൃത്യമായിട്ട് അതിൻ്റെ ഇതുണ്ട്. മനസ്സിലായില്ലേ? ഇനി അവർ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം ഇതാണ്, നിങ്ങൾ ക്യാഷായിട്ട് വാങ്ങുന്നത് എന്തിനാണ്? ക്യാഷായിട്ട് വാങ്ങുന്നതിൻ്റെ കാരണം ഇത് പല അക്കൗണ്ട്സിലേക്ക് പോകേണ്ടതാണ്, പല ഹെഡിലേക്ക് പോകേണ്ട പൈസയാണ്. ഒന്ന്, ട്രഷറിയിൽ അടയ്ക്കേണ്ടതുണ്ട്, DO നേരിട്ട് ക്യാഷായിട്ട് അടയ്ക്കേണ്ടതുണ്ട്, സ്റ്റാമ്പുകളുടെ പൈസ നേരിട്ട് അതാത് വിങ്ങുകൾ അടയ്ക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് അക്യുമുലേറ്റ് ചെയ്ത് ഒരു അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് കണക്ക് കൊടുക്കണ്ടേ? അത് ഡിവൈഡ് എടുത്ത് ക്യാഷായിട്ട് എടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. ഇത് ക്യാഷായിട്ട് തന്നെ അടയ്ക്കേണ്ടതാണ്. പലതും ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്, പലതും ക്യാഷായിട്ട് തന്നെ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി അത് മാത്രമല്ല, നമ്മുടെ ഇത് തന്നെ മാഗസ് അക്കൗണ്ടിലേക്ക് പോകേണ്ട, അങ്ങനെ വിവിധ അക്കൗണ്ടിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഇത് ഡിവൈഡ് ചെയ്ത് വിടേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഒന്നിച്ചൊരു അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രായോഗിക ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ഇനി മാഡം അതാണ് റെസിപ്റ്റ് ചോദിക്കുന്നവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇല്ലയെന്നല്ല. ഇത് അടയ്ക്കാത്തവർക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അടയ്ക്കുന്നവർക്കെല്ലാം തന്നെ അത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇനി അവരുടെ കുട്ടികളുടെ ഓരോ ക്ലാസ്സിൽ നിന്നും അത് വാങ്ങുമ്പോൾ ക്ലാസ് ടീച്ചർ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തി അവരെ ഒപ്പിട്ടാണ് വാങ്ങുന്നത്. അതല്ല ചുമ്മാതല്ല വാങ്ങുന്നത്. ഇനി ഈ അക്കൗണ്ട്സ് എല്ലാം നിങ്ങൾ ഓഡിറ്റഡാണ്. ഈ ഫീസ് വാങ്ങുന്നത് മറ്റു കാര്യങ്ങളിൽ എല്ലാ വർഷവും നമ്മൾ കൃത്യം അത് അക്കൗണ്ട്സിലുള്ള പോകുന്നതും വിവിധ ഹെഡുകളിൽ പോകുന്നത് അതെല്ലാം ഓഡിറ്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ്. അത് ഗവൺമെൻറ് തലത്തിൽ ഓഡിറ്റിംഗ് നടത്തി സബ്മിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. അല്ലാതെ ഇത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ ക്യാഷായിട്ട് വാങ്ങുന്നത് ശരിയാണ്, പക്ഷേ ഇതെല്ലാ കണക്കിനും ഓഡിറ്റഡാണ്. അത് ഈ ഇൻകം ടാക്സിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മൾ ഫയൽ ചെയ്യുന്ന കാര്യമാണ്. അതൊന്നും ഓഡിറ്റഡ് അല്ലാത്ത ഒരു പൈസ ഇവിടെ ഇല്ല.
സ്കൂളിന്റെ ഭാഗത്തു നിന്നല്ല പറയുന്നത്. അപ്പം ഓപ്പോസിറ്റ് ഞാനിപ്പോൾ ഒരു ഫീസ് തരുമ്പോൾ എൻ്റെ വീട്ടുകാരെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ ചോദിക്കുമ്പോൾ റെസിപ്റ്റ് ഉണ്ടല്ലോ, അത് കൊടുക്കാമല്ലോ, അത് കൊടുക്കുന്നുണ്ടല്ലോ. അവര് പ്രധാനമായിട്ട് പറയുന്നത് ഫീസ് പിടിക്കുമ്പോൾ റെസിപ്റ്റ് കൊടുക്കുന്നില്ല എന്നൊരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത്, അത് ഈ പറഞ്ഞതുപോലെ അവർക്ക് അങ്ങനെ പറയാമല്ലോ. ഇപ്പം അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കുന്നില്ലെന്നില്ല. ഇനി ഇതെല്ലാം ഇപ്പം ഓരോന്നിനും ന്യായം കണ്ടെത്താനും ഓരോന്നിനും കുറ്റം പറയാനാണെങ്കിൽ ഇതെല്ലാം ഉണ്ടെന്നേ പറയാൻ പറ്റും, ഇല്ലെന്നല്ല, പറയാൻ വേണ്ടി എല്ലാം പറയാൻ പറ്റും. ഇപ്പോൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ല, എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അതാണ് അതിൻ്റെ ന്യായം. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ആരോപണം, ഇത് ഞാൻ ചോദിച്ചതിൻ്റെ പേരിൽ ഈ കുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഞങ്ങൾ ഈ കുട്ടിയെ വഷളാക്കിയതുകൊണ്ട് സ്കൂളിന് എന്താണ് മെച്ചം? ഞങ്ങളുടെ ഇവിടെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി മോശക്കാരനെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുമോ? ഈ കുട്ടി കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുമോ? ഈ കുട്ടിയെ മോശമാക്കുന്നത് എന്താണ്? ആരാണ്? ആ കുട്ടി ഉപയോഗിക്കുന്ന ഭാഷകൾ എവിടുന്ന് പഠിച്ചു? ആര് പഠിപ്പിച്ചു? ആ കുട്ടി ടീച്ചേഴ്സിന് നേരെ ആക്രോശിക്കുകയാണ് എപ്പോഴും. മറുപടി പറയുന്നതെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരും, നിങ്ങളിങ്ങനെ സംസാരിക്കരുത്, ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനി ആദ്യത്തെ ഒരു സംഭവം നടന്നപ്പോൾ അത് ക്ലാസ് തലത്തിൽ പരിഹരിക്കപ്പെടാവുന്നൊരു വിഷയമായിരുന്നു. അതിനാണ് ക്ലാസ് ടീച്ചർ ശ്രമിച്ചത്. പക്ഷേ ഈ പേരൻസ് വഴങ്ങിയില്ല. അതായത് ക്ലാസ്സിൽ കുട്ടികൾ ലേസ് കഴിച്ചു, 5 കുട്ടികൾ കഴിച്ചു. ഈ 5 കുട്ടികൾ കഴിച്ചപ്പോൾ ഈ കെവിനെ അടിച്ചു എന്ന് പറയുന്നു. കെവിനെ മാത്രമല്ലല്ലോ അടിച്ചത്, 5 കുട്ടികളെ അടിച്ചല്ലോ. അപ്പം കെവിനെ മാത്രം തിരഞ്ഞുപിടിച്ച് അടിച്ചു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് പറഞ്ഞേ എന്ന് ഓക്കെ, കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഹൈക്കോടതി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ, തക്കതായ കാരണമുണ്ടെങ്കിൽ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അധ്യാപകന് ശിക്ഷിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കോടതി പറഞ്ഞു വെച്ചു. നമ്മളതുകൊണ്ട് മർദ്ദിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, അടിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല, അത് ശ്രദ്ധിക്കണം. നിരന്തരമായിട്ട് ക്ലാസ്സിലുണ്ടാക്കുന്ന ശല്യം സഹിക്ക വയ്യാതാണ് ഈ കുട്ടി മാത്രമല്ല, പല കുട്ടികൾ, ആ കുട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, ടീച്ചർ പറഞ്ഞതനുസരിച്ച് പല കുട്ടികളും ആ ക്ലാസ്സിൽ പല സമയത്ത് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവർ 5 പേർ ലേസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ 5 കുട്ടികളെ ശിക്ഷിച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് ശിക്ഷ കിട്ടിയപ്പോൾ ഈ കുട്ടി വല്ലാതെ പ്രതികരിക്കുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നിൻ്റെ പേരൻസ്. അപ്പം അന്നേരവും ടീച്ചർ പറയുന്നത് 5 കുട്ടികളുടെയും പേരൻസ് വിളിക്കണമെന്നാണ് പറയുന്നത്. ഒരാളുടെ പേരൻ്റ് അല്ല, 5 കുട്ടികളുടെയും പേരൻസ് ടീച്ചറിനെ വിളിക്കണമെന്ന് പറയും. 3 കുട്ടികളുടെ വിളിച്ചു, ഈ 2 കുട്ടികളെ മാത്രം വിളിച്ചില്ല. അപ്പോഴും അവർ മാറി നിൽക്കുകയാണ്. അത് ആരുടെ കുഴപ്പമാണ്? അപ്പോൾ ആ ക്ലാസ് തലത്തിൽ തന്നെ തീർക്കാവുന്നൊരു വിഷയമായിരുന്നു, അവിടെ തീരേണ്ട ഒരു വിഷയമായിരുന്നു. അപ്പോൾ അത് തീർന്നില്ല. പിറ്റേ ദിവസം വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു എന്തുകൊണ്ട് വിളിച്ചില്ല? അപ്പോഴീ കുട്ടി പ്രതികരിക്കുന്നത് അതെൻ്റെ ഉത്തരവാദിത്വമല്ല, ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, അത് പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ്, അവർ വേണേൽ വിളിക്കും, ഇല്ല ടീച്ചർ എന്താ അങ്ങോട്ട് വിളിച്ചാൽ കുഴപ്പം എന്നുള്ള രീതിയിലാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ ഈ സംസാരം ഇങ്ങനെ വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു നീ വാ പ്രിൻസിപ്പലിനെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. എടുത്ത വായിക്ക് ഈ കുട്ടി പറഞ്ഞ അടുത്ത സംഭാഷണം ഇതാണ്, ഞാൻ വരത്തില്ല, പ്രിൻസിപ്പൽ വേണേ വന്ന് എന്നെ കാണട്ടെ, പ്രിൻസിപ്പൽ വേണേ വന്ന് എന്നെ കാണട്ടെ എന്നുള്ള മറുപടിയാണ് പറയുന്നത്. അതും ഞാൻ അറിയുന്നില്ല. പിന്നീട് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ വരുന്നു, എൻ്റെ അടുത്ത് വന്നു. അപ്പം ടീച്ചർ ഇങ്ങനെ കാര്യം ഫാദർ ഇങ്ങനെ കുട്ടി വല്ലാതെ പ്രതികരിച്ചു എന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റിയിടാ? ഞാൻ ആദ്യമായിട്ടാണ് ഈ കുട്ടിയെ കാണുന്നത്. ഇത്രയും കുട്ടികളുള്ളിടത്തിനകത്ത് ചിലപ്പോൾ നമുക്ക് എല്ലാ കുട്ടികളും കാണണമെന്ന് നിർബന്ധമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ കുട്ടിയെ കാണുന്നത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയിടാ? അപ്പോൾ ഈ കുട്ടി സംഭവം നടന്നതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ടീച്ചർ എന്നെ ശിക്ഷിച്ചു, ടീച്ചർ എന്നെ അടിച്ചു. ഞാൻ പറഞ്ഞു അതിന് നിങ്ങൾ ഇത് ബുദ്ധിമുട്ടുണ്ട്. അല്ല, ടീച്ചറിനെ അടിക്കാൻ പാടില്ല, ടീച്ചർമാർ അടിക്കാൻ പാടില്ല. ഞാൻ എന്താ അത് ബാലശിക്ഷാ നിയമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഈ ബാലാവകാശ നിയമങ്ങളെല്ലാം കൂടെ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചു. ഈ ആക്ട് എല്ലാം കൂടെ കൃത്യമായിട്ട് അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കുട്ടി, അതൊക്കെ എന്നെ പറഞ്ഞ് കേൾപ്പിച്ചു. ഞാൻ അതെല്ലാം കേട്ടോണ്ടിരുന്നു, അവൻ പറയുന്ന ഭാഗമെല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ഈ ഹൈക്കോടതി സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചു ചോദിച്ചു, മോനേടാ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, നീ അത് കേട്ടിട്ടില്ലേ? അത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു അന്ന് നീ അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയുണ്ട്, ഒരു കാരണവുമില്ലാതെ ടീച്ചർമാർ അടിക്കുന്നതല്ല, എന്തെങ്കിലും കാരണം കാണും. അപ്പോഴാണ് ടീച്ചർ എന്നോട് പറയുന്നത്, ഫാദറെ ഞാനിവനെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ വേണമെങ്കിൽ പ്രിൻസിപ്പൾ എന്നെ വന്ന് കാണട്ടെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പം ഞാൻ കെവിനോട് ചോദിച്ചു, കെവിൻ നീ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കെവിൻ അത് ശരിയാണോ? അത് ശരിയാണ്,
ഞാൻ ചോദിച്ചത് അതെങ്ങനെ ശരിയാവുന്നേ? അല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്യാത്ത ആളിനെ വന്ന് കാണുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആ ന്യായമാണ്, നീ പറഞ്ഞ ന്യായം. പക്ഷേ ടീച്ചർ നിന്നെ വിളിച്ചു വന്ന് കാണാൻ പറയുമ്പോൾ തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാലും ടീച്ചർ തെറ്റി എന്ന് പറഞ്ഞെങ്കിലും അത് അവതരിപ്പിക്കേണ്ട ഒരു വേദി പ്രിൻസിപ്പലിൻ്റെ അടുത്താണല്ലോ. നിനക്കിവിടെ വന്ന് അവതരിപ്പിക്കാമല്ലോ, അത് നീ പറയണ്ടേ? അപ്പോൾ നീ അവിടെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അത് തെറ്റാണ്, നീ അത് ആവർത്തിക്കരുത്. അപ്പോൾ വീണ്ടും ഈ കുട്ടി അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ, മോനെ, നിൻ്റെ വീട്ടിൽ നീ 2ാം നിലയിൽ നിൽക്കുന്നു, നിൻ്റെ അച്ഛൻ താഴത്തെ നിലയിൽ നിന്ന് നിന്നെ വിളിക്കുകയാണ്, കെവിനെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അപ്പം നീ പറയുമോ, അപ്പം വേണേ മേപ്പോട്ട് കയറി വാ എന്ന് നീ പറയുമെന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ പറയത്തില്ല. അങ്ങനെ നീ പറഞ്ഞാൽ തെറ്റാണോ ശരിയാണോ? അത് തെറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സ്കൂളിൽ ആ അപ്പൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നിന്നെ ആ ഒരു കാര്യത്തിന് ടീച്ചർ വിളിക്കുമ്പോൾ അത് നിൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിലും പറയാനുള്ള റൈറ്റ് നിനക്കുണ്ടെന്ന് നീ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് ക്ലാസ് ടീച്ചറോടുണ്ട്, ഹെഡ്മിസ്ട്രസ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഹെഡ്മിസ്ട്രസ് അവനോട് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല പ്രിൻസിപ്പലിനോട് സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവനിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിൻ്റെ പേരൻസിനോട് പറയണം എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ ഇവനെ വിളിച്ചുകൊണ്ടങ്ങ് പോയി. ടീച്ചർ അവനോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം ടീച്ചർ പേരൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനിങ്ങനെയൊക്കെ സംസാരിച്ചു, അത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ വന്ന് പ്രിൻസിപ്പലിനെ ഒന്ന് കാണണം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ സമയമില്ല. അപ്പോൾ ടീച്ചർ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോൾ വന്ന് കാണാൻ പറ്റും? അത് ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങനെ നോക്കട്ടെ, സൗകര്യം ഉണ്ടെങ്കിൽ സമയമുണ്ട് വന്നോളാം. അങ്ങനെയാണ് പേരൻസ് ടീച്ചറോട് പറഞ്ഞത്. ഇന്നേ വരെ അവർ വന്ന് കണ്ടിട്ടില്ല. ഈ വിഷയത്തെപ്പറ്റി ഇന്നേ വരെ അവരെന്നെ വന്ന് കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് മറന്നും പോയി. നമുക്ക് ഒത്തിരി ഏറെ പരിപാടിയുള്ളതുകൊണ്ട് ഞാനിത് മറന്നുപോയി. ഞാൻ അവൻ്റെ പുറകെ ചോദിക്കാനോ പറയാനൊന്നും പോയതുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ പറയുന്ന അമ്മയും മോളോട് ഈ ഫീസിൻ്റെ കാര്യം സംസാരിക്കാൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ ഫീസിൻ്റെ കാര്യം സംസാരിച്ചു, ഇവർ തർക്കിച്ചു, അവരടയ്ക്കത്തില്ല എന്ന് പറഞ്ഞ് പോകാൻ എഴുന്നേൽക്കുമ്പോൾ ആ കുട്ടി 10ാം ക്ലാസ്സിലാണ്. എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു കുട്ടിയോട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതാരാ? അത് കെവിൻ എന്നാണ് പേരെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ഓർമ്മ വന്നു, ഇത് പഴയ കെവിനാണോ? അപ്പം ഞാൻ അമ്മയോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, അവരിങ്ങോട്ട് പറയല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ ഒരു കെവിൻ എന്ന് പറയുന്ന കുട്ടിയുടെ പേരൻസ് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു, ആ പേരൻസ് നിങ്ങളാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത്, അതെ ഞങ്ങളാണ്. അപ്പം ഞാൻ ചോദിച്ചു, മാഡം നിങ്ങളെന്താ ഇതുവരെ ഒന്ന് വന്ന് കാണാൻ? അത് ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മാഡം അങ്ങനെയാണോ പറയുന്നത്? ഒരു കുട്ടി പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പ്രിൻസിപ്പൽ പേരൻസിനെ കാണുമെന്ന് പറയുമ്പോൾ നിങ്ങൾ വന്ന് കാണുക എന്നൊരു മര്യാദ നിൽക്കില്ലേ? ഒന്ന് കാണണ്ടേ? അതത്ര വന്ന് കാണേണ്ട ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, മാഡം കാണേണ്ട കാര്യമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും വന്ന് കാര്യം പറയാമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകൻ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അതായത് പ്രിൻസിപ്പൽ വേണേ വന്ന് എന്നെ കാണട്ടെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, അത് ശരിയാണോ തെറ്റാണോ? അമ്മയും പറഞ്ഞു, അത് ശരിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവുന്നു? അല്ല, അവൻ തെറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു, മാഡം തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറയാമോ? അതാണ് എൻ്റെ ശരി. അപ്പോൾ വീണ്ടും അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് തർക്കിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം എൻ്റെ സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി അങ്ങനെ വർത്തമാനം പറയുന്നതിന് എനിക്കിഷ്ടമല്ല, അത് ശരിയല്ല, അത് ഞാൻ ചിന്തിക്കുന്ന തെറ്റാണെന്നാണ്. അതുകൊണ്ട് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം, അവന് അപ്രകാരം വർത്തമാനം പറഞ്ഞ് പഠിക്കരുത്, അത് നല്ലതല്ല, നിങ്ങളങ്ങനെ ആവശ്യമില്ല അവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ അവർ വീണ്ടും കുറേ ന്യായങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ കുട്ടിയെ നല്ലതായിട്ട് വളർത്തുന്നതൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. അവരങ്ങ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പേരൻ്റ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ മാത്രമേ ഈ പേരൻ്റ് അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഇപ്പം ആ ആദ്യത്തെ വിഷയം തീർക്കാൻ വേണ്ടി ടീച്ചർ ശ്രമിച്ചു, അവർ വന്നില്ല, അവരെ വിളിച്ചില്ല. ഞാൻ വന്ന് കാണാൻ പറഞ്ഞു, എന്നെ വന്ന് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഇന്ന് വരെ സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഇനിയും ഈ അവസാനത്തെ സംഭവം ഉണ്ടായല്ലോ, അടിയുടെ സംഭവം ഉണ്ടായിട്ട് ഇതിങ്ങനെ അദ്ദേഹം കേസ് കൊണ്ട് കൊടുത്തു. പോലീസുകാർ ഇവിടെ വന്ന് അന്വേഷിക്കാൻ വന്നു. അപ്പോൾ ഇവിടെ സാറന്മാരെയും അദ്ദേഹം കുടുംബത്തെയും കൂടെ അവിടെ പോലീസുകാർ വിളിച്ച് സംസാരിച്ചു. അന്നേരമല്ല അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ, CAയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ച ഭാഷ ഇവിടെ എല്ലാം ഗുണ്ടകളാണ്. ഈ ഓരോ സാറന്മാർ വരെ മദനൻ ഗുണ്ട, ഷൈജു ഗുണ്ട, ഇവരെ എല്ലാം എൻ്റെ പ്രിൻസിപ്പലിൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് പ്രിൻസിപ്പൽ പറയുന്ന പോലെ ആക്ട് ചെയ്യുന്ന കുറേ ഗുണ്ടകളാണ് അവിടെ ഉള്ളത്, ക്രിമിനൽസാണുള്ളത് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് അദ്ദേഹം CI പലതരത്തിൽ പറഞ്ഞു നോക്കി. അദ്ദേഹം ഒരു തരത്തിൽ രമ്യതപ്പെടാനായിട്ട് തയ്യാറായില്ല. കേസ് എടുക്കണമെന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, 24-ാം തീയതി ഇവിടെ സ്കൂൾ ഡേ ആണ്. അന്ന് വൈകിട്ടാണ് ഈ സംഭവിക്കുന്നത്. 25-ാം തീയതി ഹെഡ് മിസ്ട്രസ് വീണ്ടും ഇവരെ വിളിച്ച് സംസാരിക്കുന്നു. സാറേ, ഇങ്ങനെ വിഷയം ചുമ്മാ അത് ആവശ്യമില്ലാതെ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന വിഷയമല്ല ഉള്ളൂ, നമുക്കതൊരു പരിഹാരം കണ്ടെത്തണ്ടേ. ഇവരൊരു തരത്തിലും HMനോട് അനുഭാവപൂർവ്വം സംസാരിക്കുന്നില്ല. ഇവർ പറയുന്നത് കർശനമായിട്ട് അങ്ങനെ പോയേ പറ്റത്തുള്ളൂ, അവർക്കൊരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. അവർ ഈ സംഭവങ്ങളെല്ലാം അവർ കൂട്ടി യോജിപ്പിച്ച് ഒരു സംഭവം ഗൂഢാലോചനയുടെ ഭാഗമാക്കി മാറ്റി. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. 26-ാം തീയതി ഞായറാഴ്ചയാണ്, റിപ്പബ്ലിക് ഡേ ആണ്. ഞാൻ പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് ഇവിടെ സ്കൂളിൽ റിപ്പബ്ലിക് ഡേയുടെ ആഘോഷം പരേഡ് ഉണ്ടായിരുന്നു. അതിനിവിടെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോങ്ങുമൂട് പ്രശാന്ത് നഗർ ഇവർ താമസിക്കുന്നിടത്തിട്ട് പോയി. അവിടെ എനിക്ക് വേറൊരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു പള്ളിയിൽ. ഞാൻ ആ പള്ളിയിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകുന്ന സമയത്ത് ഇവരെ വിളിച്ചു. മാഡം സാറുണ്ടോ? സാറിവിടെ പുറത്ത് പോയിക്കൊണ്ടോ? ഞാൻ പറഞ്ഞു, മാഡം എനിക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ താമസിക്കുന്ന അടുത്തോട്ട് വരുന്നുണ്ട്, അവിടെ പ്രോഗ്രാമിന് വരികയാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരാം. അപ്പം മാഡം പറഞ്ഞു, അത് സാർ വിടില്ല, സാറിനെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് പറയാമെന്ന്. അപ്പോൾ ഞാൻ ഉച്ചവരെ ആയിട്ടും അവിടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് പോലും ഇവർ തിരിച്ചു വിളിക്കുന്നില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് തന്നെ ഇവരെ വീണ്ടും വിളിച്ചു. അപ്പോൾ മാഡം തന്നെയാണ് എടുത്തത്. ഞാൻ പറഞ്ഞു, മാഡം അപ്പം സാറ് വന്നിട്ടുണ്ട്, സാറിനെ കൊടുക്കാൻ പറഞ്ഞു. സാറിനെ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ പ്രിൻസിപ്പലാണ്, ഞാൻ ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്, ഞാൻ വീട്ടിലോട്ട് വരട്ടെ? എൻ്റെ വീട്ടിലോട്ട് ആരും വരണ്ട, എനിക്ക് ഈ സമയത്ത് നിങ്ങളോടൊന്നും സംസാരിക്കാനുമില്ല. നിങ്ങൾക്ക് പറയാനുള്ളതല്ല, ഞാൻ നിയമപരമായി പോയി കഴിഞ്ഞു, നിങ്ങൾ പറയാനുള്ളത് കോടതി പറഞ്ഞാൽ. ഇങ്ങനെ മറുപടിയാണ് എന്നോട് പറയുന്നത്. അപ്പം ഞാൻ എന്നിട്ട് സാറോട് പറഞ്ഞു, സാറേ അങ്ങനല്ലല്ലോ, നമുക്കൊരു വിഷയം ഉണ്ടായൊരു പരിഹാരം കണ്ടെത്താമല്ലോ. സംഭവിച്ചെങ്കിൽ സംഭവിച്ചു, അതിൻ്റെ ഒരു പരിഹാരമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് തീർക്കാവുന്ന വിഷയമല്ല ഉള്ളൂ, ഇത്രയും വലിയ ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അതിനെല്ലാം ന്യായീകരണം കണ്ടെത്തിക്കൊണ്ട് നിങ്ങളെല്ലാം അവിടെ ഗൂഢാലോചന നടത്തുകയാണ്, എൻ്റെ കുട്ടിയെ ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് നിങ്ങളാക്കി തീർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ച് ഞാൻ സംസാരത്തിൻ്റെ അവസാനം ഞാൻ 1 മണിക്കൂറോളം സംസാരിച്ച് അവസാനം പറഞ്ഞു, സാറേ എൻ്റെ വഴി ഈ വഴക്കിൻ്റെയും വെള്ളത്തിൻ്റെ അല്ല, നമുക്ക് സമാധാനത്തിൽ പറഞ്ഞ് തീർക്കാവുന്ന വിഷയമുള്ളൂ, ഞാൻ അതിന് തയ്യാറാണ്, സാർ അതിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയണം. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ലോയേഴ്സിനോട് ചോദിച്ചിട്ട് പറയാം, ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞ് അവരോട് ചോദിച്ചിട്ട് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു മതി. ഞാൻ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനിത് കഴിഞ്ഞിട്ട് പോയി ഞാൻ എൻ്റെ റൂമിൽ ചെന്നു. അതിന് ശേഷം എനിക്ക് 3 മണിക്ക് പള്ളിയിലെ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. കുടുംബ പ്രാർത്ഥനയ്ക്ക് പോയി ആ വീട്ടിലോട്ട് കയറാൻ നേരത്ത് ഇവർ വീണ്ടും വിളിച്ചു, മാഡം വിളിച്ചു, ഫാദറെ ഇപ്പോൾ സംസാരിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഇപ്പം പറ്റത്തില്ല, ഞാൻ വീട്ടിലോട്ട് കയറാൻ പോവാം, പ്രാർത്ഥനയ്ക്ക് കയറാൻ പോവാം, ഞാൻ വൈകിട്ട് കുർബാനയും കഴിഞ്ഞിട്ട് വൈകിട്ട് തിരിച്ച് വിളിച്ചോളാം, പ്രാർത്ഥനയുണ്ട്, അത് കഴിഞ്ഞ് കുർബാനയുണ്ട്. ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി 7 മണി കഴിഞ്ഞ ശേഷം വീണ്ടും അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മാഡം എന്തിനായിരുന്നു വിളിച്ചത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ലോയേഴ്സിനോട് ചോദിച്ചു, അപ്പോൾ അവർ തന്ന ഉപദേശം, നിങ്ങളോട് 6 പേരോട് സംസാരിക്കാൻ പാടില്ല, നിങ്ങളെല്ലാം അതിനകത്ത് പ്രതികളാണ്, അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ആരുടെ ഹയർ അതോറിറ്റി ഉണ്ട് അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു മതി, കുഴപ്പമില്ല, ഞങ്ങളോട് സംസാരിക്കണം. ഹയർ അതോറിറ്റി സംസാരിച്ചു. അപ്പം ആരാ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ലോക്കൽ മാനേജർ പറഞ്ഞു, ഫാദർ തോമസ് കയ്യാലെ. അത് ഞാൻ ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു വെച്ചു. ഞായറാഴ്ച തിങ്കളായി, ചൊവ്വയായി, അവരിങ്ങോട്ട് വിളിക്കുന്നില്ല. ചൊവ്വാഴ്ച ആയപ്പോൾ ഞാൻ അറിഞ്ഞു പോലീസ് FIR ഇട്ട് കേസെടുത്തു. കാര്യം ഇവർ വീണ്ടും പോയി പ്രഷർ ചെലുത്തി എടുപ്പിച്ചു, DGPക്കൊക്കെ കൊടുത്തു. അപ്പോൾ അന്ന് രാത്രി ഞാൻ വീണ്ടും ഇവരെ വിളിച്ചു. ചൊവ്വാഴ്ച രാത്രി, അതായത് 27, 28-ാം തീയതി രാത്രി ഞാൻ വീണ്ടും ഇവരെ വിളിക്കുകയാണ്. ഇവർ ഫോൺ എടുത്തില്ല, എന്നെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അതാണ് നടന്ന സംഭവം. അപ്പോൾ ഈ കേസ് ഇങ്ങനായി. ഈ എല്ലാ ടീച്ചേഴ്സിനും, അപ്പോൾ ക്ലാസ് ടീച്ചർ, അവിടെ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ, ഹെഡ് മിസ്ട്രസ്, ഞാൻ, ഈ പറഞ്ഞ 2 സാറുമാർ, അവർക്ക് എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ക്ലാസ് ടീച്ചർ വന്ന് എന്നോട് സംഭവം പറയുന്നത്. അതുവരെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് HMനോട് ആ കാര്യം പറഞ്ഞില്ല. അപ്പോൾ എന്നോട് ഫാദറെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വിഷമം തോന്നുന്നു, ഞാൻ ഇതുവരെ ഫാദറിനോട് പറഞ്ഞില്ല. ഞാൻ എന്തു പറ്റി? അതായത് അന്ന് എൻ്റെ അടുത്ത് ഈ പയ്യൻ ഇങ്ങനെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയല്ലോ. അതിൻ്റെ പിറ്റേ ദിവസം ക്ലാസ് ടീച്ചർ പോയിട്ട് കുട്ടികൾക്കെല്ലാമായിട്ടൊരു പൊതു നിർദ്ദേശം കൊടുത്തു. അതായത് നിങ്ങൾ എൽഡേഴ്സിനെ, മാതാപിതാക്കളെ, ടീച്ചേഴ്സിനെ ബഹുമാനിക്കണം, നിങ്ങൾക്ക് ബാല അവകാശങ്ങളുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഡ്യൂട്ടീസും ഉണ്ട്. നിങ്ങളുടെ അവകാശങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട്, നിങ്ങൾ ബഹുമാനിക്കേണ്ടത് ബഹുമാനിക്കണം.
പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നത് രീതി സംസാരിക്കണം, ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ഉപദേശിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പയ്യൻ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന പയ്യൻ ചാടി എഴുന്ന ടീച്ചറുടെ നേരെ വന്ന ടീച്ചറിൻ്റെ കൊങ്ങായ്ക്ക് നേരെ ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് പറയും, നിങ്ങളിനി മിണ്ടരുത്. ടീച്ചർ എന്നോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങളിനി മിണ്ടരുത്, നിങ്ങളോട് ഈ കാര്യം ഒരു വാക്കുകൊണ്ട് സംസാരിക്കുന്ന എച്ചം നിങ്ങളെ പറഞ്ഞേൽപ്പിച്ചതാണ്, നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഈ പയ്യൻ ആ ക്ലാസ് ടീച്ചർ നേരെ കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുകയാണ്. ടീച്ചർ പറഞ്ഞ് 3 പിള്ളേർ ചെന്നാണ് പിടിച്ച് അവനെ കൊണ്ട് സീറ്റിലിരുത്തുന്നത്. ആ രീതിയിലാണ് ആ കുട്ടി പ്രതികരിക്കുന്നത്. ഈ ക്ലാസ് ടീച്ചറിൻ്റെ ഒരു മനസ്സ് നോക്കണം. ആ സംഭവം നടന്നത് അതായത് നവംബർ 5-ാം തീയതിയാണ് കുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് ഈ ടീച്ചറിന് ഈ അനുഭവം ഉണ്ടാകുന്നത്. ജനുവരി മാസം 22-ാം തീയതി അവസാനത്തെ വിഷയം നടന്ന് കേസായതിന് ശേഷം ടീച്ചർ എന്നോട് പറയുകയാണ്, ഫാദറെ ഇങ്ങനെ സംഭവം നടന്നിരുന്നു, ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ല, ഞാനങ്ങ് ക്ഷമിച്ചു വിട്ടതാണ്, അവൻ പയ്യനല്ലേ പോട്ടെന്ന് വിചാരിച്ചാണ്. അത്ര ക്ഷമ കാണിച്ചൊരു ടീച്ചറാണ്. ആ കുട്ടിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. ഞങ്ങളോട് എച്ച്എമ്മിനോട് പ്രിൻസിപ്പലിനോട് അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അനുഭവങ്ങളാണ് ടീച്ചേഴ്സിനുണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ ടീച്ചറിന് മാത്സ് ടീച്ചറിനുണ്ടായ അനുഭവം, ക്ലാസ് ടീച്ചറിനുണ്ടായ അനുഭവം, ഈ അടിച്ചു എന്ന് പറയുന്ന സാറിൻ്റെ നേരെ ഉണ്ടായ അനുഭവം. ഈ കുട്ടിയെ ആരാണ് ഇങ്ങനെ ആക്കുന്നത്? ഈ കുട്ടിക്ക് ഇവിടെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ കുട്ടി ഇങ്ങനെ ആയി? ഈ ബാലാവകാശ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച നല്ല കാര്യമാണ്. പക്ഷേ ഇതിന് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ, മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഞങ്ങളാരും ഒരു കുട്ടി അങ്ങനെ ദ്രോഹിക്കുന്നില്ലല്ലോ. ഒരു കുട്ടിയുടെ പുറകെ നടന്ന് അടിക്കേണ്ട കാര്യം നമുക്കുണ്ടോ? ഇപ്പോൾ അവർ പറയുന്നത് ആ കുട്ടിയെ നോക്കി വെച്ച് അടിക്കാൻ ഞാൻ പ്രിൻസിപ്പൽ ഏൽപ്പിച്ചത്. അവർ പറയുന്നത് ന്യായം അതാണ്. പ്രിൻസിപ്പൽ സാറുമാരെ പറഞ്ഞേൽപ്പിച്ചു ഈ കുട്ടിയെ നോക്കി അടിക്കാൻ. എടാ, അന്ന് ഈ കുട്ടി ആ കൂട്ടത്തിൽ നിന്ന് എല്ലാവരെയും സാറ് വടിവീശി അടിക്കുന്നത്, ആ കുട്ടിയെ മാത്രമല്ല. ഇനി ഈ സാറിന് ഈ കുട്ടി അറിയത്തില്ല, ആ കുട്ടിയുടെ പേരറിയത്തില്ല. അല്ല മാഡം, ഞാൻ പറഞ്ഞത് അദ്ദേഹം ഞാൻ പറയുന്നത് ചിലപ്പോൾ ആ അടി നന്നായിട്ട് അടിയായിരുന്നു എനിക്കറിയത്തില്ല. അദ്ദേഹം പറഞ്ഞാൽ അല്ല, ചിലപ്പോൾ ആഞ്ഞ് അടിച്ചതായിരിക്കാം. ഞാൻ പറഞ്ഞത് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞ കാര്യം പറയുന്നത്. അപ്പോൾ അടിച്ചിട്ടുണ്ടാവാം, അടിച്ച് ചിലപ്പം കൊച്ചുകുട്ടികളല്ലേ, ചിലപ്പോൾ അവരുടെ പാടുണ്ടായിട്ടുണ്ടാവാം. അതിനെ ഞാൻ നിസ്സാരവൽക്കരിക്കുന്നില്ല, അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ആ കുട്ടിയെ നോക്കി വെച്ച് അടിച്ചതാണോ, പറഞ്ഞു വിട്ട് അടുപ്പിച്ചതാണോ, നമ്മളാരും പറഞ്ഞേൽപ്പിച്ചതാണ്? ഈ സാറിന് ഈ കുട്ടി അറിയത്തില്ല. ഈ സാർ ഇവിടുത്തെ PT അധ്യാപകനാണ്, അദ്ദേഹത്തിന് ഈ കുട്ടിയെ അറിയത്തില്ല. ആ സംഭവം ആ ഇൻ്റർവെൽ കഴിഞ്ഞുള്ള ശേഷമുള്ള കുട്ടികൾ ക്ലാസ്സിൽ കയറാൻ നടക്കുന്ന സംഭവമാണ്. അതിനെ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്. അതിനെ ഇദ്ദേഹം ഈ പറയുന്ന ഒക്ടോബർ 30-ാം തീയതി മുതൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒരു കണ്ണിയാണ്, അത് പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ പറഞ്ഞ് ഏൽപ്പിക്കുന്നതാണ് ഈ ആൾക്കാരെ എല്ലാം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മറുപടി പറയേണ്ടത്? നമുക്ക് അങ്ങനൊരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ ഈ 10,000 പിള്ളേർക്കും വേണ്ടി എനിക്കങ്ങനെ പേഴ്സണലായിട്ടൊരു ഒരു ദേഷ്യം ഒരു കുട്ടിയോടുണ്ടാവണം. ഞാൻ എന്തിനാ പിന്നെ ഈ സ്ഥാനത്തിരിക്കുന്നത്? ഒരു പേരൻറ്റിനോട് എനിക്കുണ്ടാവണം. എന്തിന്? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ അവരുടെ പുറകെ അങ്ങോട്ട് പോയി സംസാരിക്കാൻ പോകുന്നത്? അങ്ങനെ അവരെ മനഃപൂർവ്വം ദ്രോഹിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോയി അവരെ സംസാരിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ അത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ്. ഈ കുട്ടി നല്ല കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഒരു ഞാൻ ചോദിട്ടെ, മൂത്ത മകളോട് പഠിക്കുന്നല്ലോ, കുട്ടി ഇപ്പോഴും എന്നും പരീക്ഷ എഴുതിയിട്ട് പോയല്ലോ, ഒരു പരാതിയില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ സ്കൂളിനെ കുറിച്ച്. ഈ 10,000 കുട്ടികളോട് പഠിക്കുന്നല്ലോ, ഇത്രയും മാതാപിതാക്കളോട് വന്നു പോകുന്നല്ലോ. ആ ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചു നോക്ക്. ആ ക്ലാസ് ടീച്ചറിനെ 2 ദിവസം കാണാതിരുന്നപ്പോൾ ബാക്കി പേരൻസ് എല്ലാം കൂടെ വന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് വന്നു. പേഴ്സണൽ കാര്യത്തിന് ടീച്ചർ ലീവ് എടുത്ത് മാറി നിന്നപ്പോൾ പോലും അവർ വിചാരിച്ചു മനഃപൂർവ്വം ക്ലാസ്സിൽ നിന്ന് മാറ്റി പറഞ്ഞുകൊണ്ട് അവർ റിക്വസ്റ്റായിട്ട് എൻ്റെ അടുത്ത് വന്നു. അതിനെപ്പോലും അദ്ദേഹം തിരിച്ചു, ഞാൻ വിളിച്ച് അവരെ വരുത്തിയാണെന്ന് പറഞ്ഞു. ആ പേരൻസ്, ബാക്കിയുള്ള കുട്ടികളുടെ പേരൻസ് എല്ലാം കൂടെ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഫാദറെ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ തിരിച്ചു തന്നേ പറ്റൂ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ മാറ്റാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം ഭയങ്കര വിഷമം, അവർ ക്ലാസ്സിൽ വരുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ ആരും മാറ്റിയിട്ടില്ല, ടീച്ചർ ലീവാണ്, ടീച്ചർ തിരിച്ചു വരുമ്പോൾ ക്ലാസ്സിൽ കയറിക്കൊള്ളൂ. എന്നിട്ട് ഞാൻ അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ആ പേരൻസിനെ വേണേൽ വിളിച്ച് ചോദിച്ചോളൂ, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നാണേ, ഞാൻ വിളിച്ചിട്ട് വന്നതല്ലല്ലോ. ഇന്ന് മിക്കവാറും അത് പരാതി വരും, ഞാൻ നിങ്ങളെ മനഃപൂർവ്വം വിളിച്ച് വരുത്തി ഗൂഢാലോചന നടത്തുന്നു പറയുന്നു ഞാൻ പറഞ്ഞു. അതേപോലെ സംഭവിച്ചു.
അന്ന് വൈകിട്ട് അദ്ദേഹം ആ ക്ലാസ് ഗ്രൂപ്പിലെ മുഴുവൻ പേരൻസിനും മെസ്സേജ് അയച്ചു. കെവിൻ്റെ ക്ലാസ്സിലെ പേരൻസായ എന്നെ വിളിക്കാതെ ബാക്കിയുള്ള കുറച്ച് തൽപര പേരൻസിനെ മാത്രം വിളിച്ച് പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറോട് ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുഴുവൻ പേരൻസിനും മെസ്സേജ് ഇട്ടു. ഒപ്പം തന്നെ അദ്ദേഹം കൊടുത്ത പരാതിയുടെ കോപ്പി എല്ലാവർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും പേരൻസ് എന്നെ വന്ന് കാണാൻ വന്നു. ഫാദർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവർ കൊണ്ട് കാണിച്ചു. ഇതിനെല്ലാം ഇങ്ങനെ വളച്ചൊടിച്ച് അദ്ദേഹം വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്ന എന്ത് ഉദ്ദേശം മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടി? ഞങ്ങൾക്കൊരു കുട്ടിയെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് എന്ത് നേട്ടമാണ് ഞങ്ങൾക്കുള്ളത്? അവിടെ നന്നായിട്ട് പഠിക്കുന്ന ഫുൾ A+ വാങ്ങുന്ന ഒരു കുട്ടിയെ ഞങ്ങളെന്തിനു മോശക്കാരനാക്കണം? ഞങ്ങളുടെ സ്കൂളിനെ വീണ്ടും ഞങ്ങൾ ചീത്തയാക്കൂ. അതിൻ്റെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക്? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആവശ്യമില്ലാത്തൊരു കാര്യം വളരെ ലളിതമായി പരിഹരിക്കാവുന്ന വിഷയങ്ങളെ വളരെ ഗൂഢാലോചനയുടെ ഭാഗ്യമാക്കി മാറ്റിയിട്ട് വലിയ സംഭവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത്, ആ കുട്ടിയോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല. ആ കുട്ടി തുടർന്ന് ഇവിടെ വന്ന് പഠിക്കട്ടെ. ഈ പേരൻസ് കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് നന്നായിട്ട് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞങ്ങൾക്ക് ആരോടും ദേഷ്യമില്ല. ഞങ്ങൾക്ക് എല്ലാവരോടും സന്തോഷം മാത്രമേ ഉള്ളൂ. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് 2 പ്രാവശ്യം ശ്രമിച്ചു. ഒന്ന് ഫോണിൽ കൂടെ ശ്രമിച്ചു, വന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയി കാണാമെന്ന് പറഞ്ഞു. ഈ 2 പ്രാവശ്യവും ഇവരെന്നെ വന്ന് കണ്ടിട്ടില്ല. ഇനിയും വീണ്ടും പറയും, ഇന്ന് വരെ ഇവരെന്നെ വന്ന് കണ്ടിട്ടില്ല. ഒരു പരാതി എനിക്ക് തന്നിട്ടില്ല. ഒരു റിട്ടൺ കംപ്ലയിൻറ്റ് എനിക്കായിട്ട് HM-നായിട്ട് കൊടുത്തിട്ടില്ല. ഒരു പരാതി ഇവിടെ തന്നിട്ടില്ല. അവരാദ്യം പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിലാണ്. പിന്നീട് പരാതി കൊടുക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിനാണ്, ബാലാവകാശ കമ്മീഷനാണ്, ഞങ്ങളുടെ മാനേജ്മെൻറ്റിനാണ്. സ്കൂളിൽ ഒരു സംഭവം നടന്ന ആദ്യം വന്ന് സംസാരിക്കേണ്ട ആരോടാണ്? ഹെഡ് മിസ്ട്രസിനോടോ പ്രിൻസിപ്പലിനോടോ സംസാരിക്കണ്ടേ? പരാതി തരണ്ടേ? ഇതുവരെ തന്നിട്ടില്ല. ഇന്ന് വരെ തന്നിട്ടുമില്ല, വന്ന് കണ്ടു പറഞ്ഞിട്ടുമില്ല. ഇതാണ് ഒരു അവസ്ഥ, സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 10,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം ഇവിടെ വരുന്നതിൻ്റെ കാരണം ഇവിടുത്തെ അച്ചടക്കവും ഇവിടുത്തെ പഠന നിലവാരവുമാണ്. ഈ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും അവർ ഇവിടെ സുരക്ഷിതരാണ് എന്നുള്ള ബോധ്യമാണ്. അപ്പോൾ ഈ തലമുറയിലെ കുട്ടികൾക്ക് ചെറിയ ചെറിയ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ പരിശ്രമിക്കാൻ ഞങ്ങൾ ആ അച്ചടക്കത്തിൽ തന്നെ വളർത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ഞങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടേയിരിക്കും. ഈ സ്കൂള് അതിൻ്റെ മികവിൽ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് 85 വർഷങ്ങളായിട്ട് തുടങ്ങി വെച്ച ഒരു സ്കൂളിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് മുമ്പോട്ട് പോകും. ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പൊതുജനത്തോട് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഒരു കുട്ടിയെ ദ്രോഹിക്കേണ്ട, ഞങ്ങൾക്കൊരു കുട്ടിയെ നശിപ്പിക്കേണ്ട, ഒരു പേരൻറ്റിനോടും ഒരു കുടുംബത്തോടും ഞങ്ങൾക്കൊരു വൈരാഗ്യമില്ല. ഇവരെല്ലാം ഞങ്ങളുടെ മക്കളാണ്. ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ കഴിഞ്ഞ് പോയപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത് അത്രയും മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം ഞങ്ങളുടെ മക്കളാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കണം. താങ്ക് യു.